ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വ്ളോഗിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു പ്രീമിയം ഇക്കോ ഫ്രണ്ട്ലി ഹൗസാണ്. 10 സെൻറ്റിൽ 4000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു 5 ബെഡ്റൂം ഹൗസ്. ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കാക്കനാടാണ്. കാക്കനാട് പള്ളിക്കര റൂട്ടിൽ നവോദയ ജംഗ്ഷൻ എല്ലാവർക്കും അറിയാം. ആ ജംഗ്ഷനിൽ നിന്ന് 1.4 കിലോമീറ്റേഴ്സ് ആണ് നമ്മുടെ ഒരു വീട്ടിലേക്ക് വരുന്ന ഡിസ്റ്റൻസ്. ബസ് സ്റ്റോപ്പിൽ നിന്ന് 750 മീറ്റേഴ്സ് ആണ് വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് 5.5 കിലോമീറ്റേഴ്സ്, കലക്ട്രേറ്റിലേക്ക് 3.7 കിലോമീറ്റേഴ്സ്. കാക്കനാട് ബേസ് ചെയ്ത് ഒത്തിരി എൻക്വയറി നമുക്ക് വരാറുണ്ട്, എസ്പെഷ്യലി ഇങ്ങനത്തെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓപ്ഷൻസ്. നമ്മൾ മുൻപും നല്ല രീതിയിലുള്ള ഇക്കോ ഫ്രണ്ട്ലി പ്രോജക്ട്സ് ചെയ്തു തന്നു. ഇപ്പോഴും നമുക്കതിന് എൻക്വയറി വരാറുണ്ട്, ഇങ്ങനത്തെ പ്രോജക്റ്റ് ഉണ്ടോ, വില്ലയുണ്ടോ, വീടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഈ ഒരു വീട് ഞാൻ ആദ്യം കാണാൻ ചെന്നപ്പോൾ എനിക്ക് ആദ്യം തോന്നിയതൊരു റിസോർട്ട് പോലെയാണ്. കാരണം നമ്മൾ ഒരു വീടായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം അത്ര ഭംഗിയായിട്ടാണ് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷനും അതിൻ്റെ ഒരു ഡിസൈനൊക്കെ എനിക്ക് തോന്നിയത്. ഭയങ്കര അമേസിങ് വ്യൂ ആണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ. നമ്മൾ ഏത് വിൻഡോ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്നത് ഗ്രീനറിയാണ്. അപ്പോൾ ആ ഒരു വ്യൂ അവർ ശരിക്കും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡിസൈനിങ്ങിൽ. ഈ ഒരു വീട് അത് ചെയ്തിരിക്കുന്നത് ഐജൻ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫേമാണ്. ഐജൻ പോയട്രി എന്നാണ് ഈ ഒരു വീടിന് അവർ പേര് കൊടുത്തിരിക്കുന്നത്. ആ പേര് പോലെ തന്നെ അത്ര മനോഹരമാണ് ആ ഒരു വീട്. ശരിക്കും പറഞ്ഞാൽ ബാക്ക് ടു റൂട്ട്സ് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഈ ഒരു വീട് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര യുണീക്ക് ഡിസൈൻസ് കൊണ്ടുവരുന്നതിൽ വളരെ അടിപൊളിയായിട്ടുള്ളൊരു കമ്പനിയാണിത്. അതുപോലെ തന്നെ ക്വാളിറ്റി കൺസ്ട്രക്ഷൻ, ഇത് രണ്ടുമാണ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓണേഴ്സിനെ എനിക്ക് ഒത്തിരി നാളായിട്ട് അറിയാം. 6 വർഷമായിട്ടുള്ളൊരു ഫേമാണ്. ഇവർ മെയിൻലി പ്രീമിയം പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ലക്ഷറി റെൻ്റൽസ് ഒക്കെ ചെയ്യുന്ന ഒരു ഫേമാണ്. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീടുകൾ ഇവരിടയ്ക്ക് കൺസ്ട്രക്ട് ചെയ്തിട്ട് ഇതിങ്ങനെ സെയിലിന് വേണ്ടി അവർ ചെയ്യാറുണ്ട്. പക്ഷേ അങ്ങനെ നമ്മൾ ഒരു എന്താ പറയുക, സെയിലിന് ചെയ്യുന്ന ഒരു വീട് എന്നുള്ള രീതിയിലല്ല ഇത് ചെയ്തിരിക്കുന്നത്. അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വീട് എന്നുള്ള രീതിയിലാണ് അവരത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. കാരണം അത്രയും നല്ല മെറ്റീരിയൽസ് ആണ് അതിൽ ആക്ച്വലി ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു വീട്ടിലേക്ക് വരുവാണെങ്കിൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടീക്കൂഡാണ്, അതുപോലെ തന്നെ മാർബിൾസ്, ഗ്രാനൈറ്റ്, അതുപോലെ ആത്തക്കുടി ടൈൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് സാധാരണ അധികം ഇങ്ങനെ നമ്മൾ പണിത് കൊടുക്കുന്ന വീടുകളിൽ കാണാറില്ല. അപ്പം അത്രയും ക്വാളിറ്റി നോക്കി അത്രയും നല്ല രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗിൽ നിങ്ങളെ കാണിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു വീട്ടിലേക്ക് വരുമ്പം ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 3.5 CR ആണ്. അതായത് 10 സെൻറ്റ്സ്, 4000 സ്ക്വയർ ഫീറ്റ്, 5 ബെഡ്റൂം ഹൗസ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ആസ്കിങ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റിയെക്കുറിച്ച് എടുത്ത് പറയാനാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒത്തിരി നാച്ചുറൽ എലമെൻറ്റ്സ് ഇവർ ഇതിൽ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ ഫ്ലോറിംഗ് ഒക്കെ ആണെങ്കിലും നാച്ചുറൽ സ്റ്റോൺസ്, വുഡൻ ഫ്ലോറിങ്, അങ്ങനെ ഒത്തിരി നേച്ചറുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീട്ടിൽ കാണാൻ പറ്റും. കോർട്ട്യാർഡ് സ്പേസുകളുണ്ട്, വലിയ വിൻഡോസാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നല്ല വെന്റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഹൗസാണ്. കാരണം നമ്മൾ എവിടെ നോക്കിയാലും നമുക്ക് ഭയങ്കര ഓപ്പൺനെസ് ഫീൽ ചെയ്യുന്ന ഒരു വീടാണിത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ വീടിനെ കുറിച്ച് പറയാനുള്ളത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വാക്ക് ത്രൂ നമ്മൾ ഈ ഒരു വീടിൻ്റെ റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളിതിലൊരു കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വാക്ക് ത്രൂയിലേക്ക് പോകാം. ഓട്ടോമാറ്റിക് ഗേറ്റ് ആണ് ഈ ഒരു വീടിന് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഒരു വീടിൻ്റെ എലിവേഷൻ വരുന്നത്. 10 സെൻറ്റിൽ 4000 സ്ക്വയർ ഫീറ്റ് വരുന്ന 5 ബെഡ്റൂം ഹൗസാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. 2 കാറുകൾ നമുക്ക് കവേർഡായിട്ട് പാർക്ക് ചെയ്യാം. അതുകൂടാതെ എനിക്ക് തോന്നുന്നു 2-3 കാറുകൾ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. നേച്ചറുമായിട്ട് ഇത്രയും ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു വീട് എനിക്ക് തോന്നുന്നു കുറേ കാലമായി നമുക്ക് കിട്ടിയിട്ട്. അത്ര ബ്യൂട്ടിഫുള്ളാണ് ഈ വീട് കേട്ടോ. ഇതിരിക്കുന്ന ലൊക്കേഷനൊക്കെ അമേസിങ് ആണ്. കാരണം ഇതിൻ്റെ ഒരു വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. നമുക്ക് ഫുൾ ഗ്രീനറിയാണ്, നമ്മൾ എങ്ങോട്ട് നോക്കിയാലും ഗ്രീനറിയാണ്. ആ ഒരു ഏരിയ അവർ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുമുണ്ട്. മാക്സിമം ആ വീട്ടിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ഗ്രീനറി അവർ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ ഇതാണ് സിറ്റ് ഔട്ട്. ഇതാണ് നമുക്കതിൻ്റെ മെയിൻ എൻട്രി എന്ന് പറയുന്നത്. മെയിൻ ഡോറ് ടീക്കൂട്ടാണ്. ഇത് നമുക്ക് ഡ്രോയിങ് റൂമാണ് വരുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വളരെ മിനിമലായിട്ടുള്ള ഇൻറ്റീരിയർ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും വീട് കാണാനായിട്ട്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഡൈനിങ്, അതുപോലെ തന്നെ ഫോർമൽ ലിവിങ്ങിൻ്റെ ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ ഇൻറ്റീരിയർ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്താം. അപ്പം നമുക്ക് ഇഷ്ടം പോലെ സ്പേസ് ഈ വീട്ടിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ കാണാം ഒത്തിരി ഓപ്പൺ ഏരിയ നമ്മൾ ഈ ഒരു വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു കോർട്ട്യാർഡാണ്. അത് നമ്മൾ നാച്ചുറൽ സ്റ്റോൺസ് ഒക്കെ കൊടുത്ത് ഗ്രീനറി ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയുള്ളൊരു കോർട്ട്യാർഡാണ്. ഇത് നമുക്ക് പുറത്തേക്കുള്ളൊരു
ഡോറാണ് വരുന്നത്. നമുക്ക് കോട്ടയാടിയിൽ നിന്നും പുറത്തേക്ക് കിടക്കാം, പിന്നെ കിച്ചണിൽ നിന്നും നമുക്ക് പുറത്തോട്ട് കിടക്കാം. കോട്ടയാടി നമ്മൾ വരുമ്പോൾ ഇവിടെയും ഒക്കെ ആ ഒരു ഗ്രീൻ സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മളൊരു പൗഡർ റൂം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കോമൺ ടോയ്ലറ്റ് ആക്ച്വലി ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് 5 ബെഡ്റൂം വരുന്നുണ്ടെന്ന് പറഞ്ഞു. 5 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. അത് കൂടാതെയാണ് നമുക്ക് ഈ ഒരു പൗഡർ റൂം. അപ്പം 5 ടോയ്ലറ്റ്സ് കൂടാതെ നമുക്ക് ഈ ഒരു പൗഡർ റൂം കൂടെ വരുന്നുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഓപ്പൺ കിച്ചൺ ആണ് ആസ് പെർ ദ പ്ലാൻ. അത് നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഫാമിലി ലിവിങ്ങിൻ്റെ എക്സ്റ്റൻഷനൊക്കെ ആക്കിയിട്ട് ചെയ്യാം. ഇതാണ് ശരിക്കും നമുക്ക് മെയിൻ കിച്ചൺ വരുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് വലിയ കിച്ചൺ വേണമെന്നുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്ക് അത് 2 കിച്ചണായിട്ട്, ഒരെണ്ണം ഓപ്പൺ കിച്ചണായിട്ടും ഒരെണ്ണം ക്ലോസ് കിച്ചണായിട്ടും യൂസ് ചെയ്യാം. ഇത് നമുക്ക് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ ഒരു ഡോറാണ്. ഇത്രയും ഏരിയ നമുക്ക് സൈഡിൽ വരുന്നുണ്ട്. വീടിൻ്റെ സൈഡിലും ഫ്രണ്ടിലും ബാക്കിലൊക്കെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. കാരണം 10 സെൻറ്റിൽ 4000 സ്ക്വയർ ഫീറ്റ് അല്ലേ വരുന്നുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് നമുക്ക് വീടിന് ചുറ്റും വരുന്നുണ്ട്. ഇത് നമുക്ക് ബെഡ്റൂം 1. ഓക്കെ, അപ്പം നമുക്ക് താഴെ 2 ബെഡ്റൂമാണ് വരുന്നത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. അപ്പം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. അപ്പോൾ ആ ബെഡ്റൂമിൻ്റെയൊക്കെ ആ ഒരു വിൻഡോസൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഭയങ്കര വലിയ വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടോയ്ലറ്റ്സ് ഒക്കെ ആണെങ്കിലും വളരെ എന്താ പറയുക, ഒരു നേച്ചറുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു കളർ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഒത്തിരി വുഡ് നമ്മൾ ഈ ഒരു വീട്ടിലവർ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗ്രാനൈറ്റ്, മാർബിള്, അത്തക്കുടി ടൈൽസ്, ഇതിൻ്റെയൊക്കെ ഒരു മിക്സ് നമുക്ക് ഈ ഒരു വീട്ടിൽ മൊത്തം കാണാം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂമാണ്. ആ വിൻഡോസ് ആണ് എനിക്ക് ഏറ്റവും എടുത്തെടുത്ത് പറയാനായിട്ട് തോന്നുന്നത്. കാരണം അത്രയും വലിയ വിൻഡോസ് ആയതുകൊണ്ടാണ് അത്രയും നാച്ചുറൽ ലൈറ്റ് ആ വീട്ടിലേക്ക് വരുന്നത്. അതുപോലെ ഈ ഒരു ബാത്റൂമിന് കൊടുത്തിരിക്കുന്ന ഷെയ്ഡും വളരെ ലൈറ്റായിട്ടുള്ള ഒരു ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് താഴത്തെ ഏരിയയിൽ വരുന്നത്. ഇനി മുകളിലേക്ക് നമ്മൾ കയറുമ്പോൾ ഈ സ്റ്റെയറിൻ്റെ താഴെ കണ്ടോ എഗെയിൻ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് പാർട്ട് ഓഫ് ഇൻറ്റീരിയർ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റെയർ എല്ലാം ടീക്ക് വുഡാണ് വരുന്നത്. മുകളിലേക്ക് വരുമ്പോഴും ഒരുപാട് വിശാലമായിട്ടുള്ള ഏരിയാസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു വീടിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒത്തിരി ഓപ്പൺനെസ് നമുക്ക് തോന്നുന്നുണ്ട്. ആ പ്ലാൻ അത്ര ഭംഗിയുള്ളൊരു പ്ലാനാണ്. ഇനി നമ്മൾ 3ാമത്തെ ബെഡ്റൂമാണിത്. അപ്പം നമുക്ക് താഴെ നമുക്ക് 2 ബെഡ്റൂംസ് നമ്മൾ കണ്ടു, മുകളിൽ 3 റൂമുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് 3ാമത്തെ ബെഡ്റൂമാണ്. നമ്മൾ താഴെ കണ്ട പോലെ തന്നെ അതിൻ്റെ ആ ഒരു ടോയ്ലറ്റിൽ ഒരു ഡിഫറെൻറ്റ് കളർ ഷെയ്ഡാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റി ഞാൻ എടുത്തെടുത്ത് പറയണില്ല, കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ അത്രയും ക്വാളിറ്റിയിലാണ് ആ വീട് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഓഫീസ് സ്പേസ് അല്ലെങ്കിൽ ബെഡ്റൂം 4 എന്ന് വേണമെങ്കിൽ പറയാം. അത് നമ്മളുടെ ഒരു ചോയ്സ് അനുസരിച്ച്. ഇപ്പോൾ ചിലവർക്ക് ഓഫീസ് റൂം ആക്കാനായിരിക്കും താല്പര്യം, വീട്ടിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ. അല്ലെങ്കിൽ ഒരു ചെറിയൊരു കുഞ്ഞൊരു ബെഡ്റൂം എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. അത് നമുക്ക് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആയിട്ടാണ് വരുന്നത്. ഇതാണ് ഈ വീടിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. അത്ര മനോഹരമായ വ്യൂ ആണ്. മുകളിലൊക്കെ ആണെങ്കിലും വുഡൻ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, സീലിംഗ് എല്ലാം. പിന്നെ ഈ ഒരു റൂമിൽ നമ്മൾ ആത്തക്കുടി ടൈൽസ് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് ആ ഒരു ഓഫീസ് റൂം അല്ലെങ്കിൽ ആ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റാണ്. അപ്പം ഉള്ളതിലൊരു ചെറിയൊരു റൂമാണ്. അതെങ്ങനെ വേണമെന്നുള്ളത് നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൺവേർട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഇവിടെ എഗെയിൻ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ബേബിൻ്റെ ഒക്കെ ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഇപ്പം മുകളിലേക്ക് വരുമ്പോഴാണെങ്കിലും നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട്. ഇതാണ് ആ ഒരു ലിവിങ് ഏരിയ വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിങ് ഏരിയ ആണ്. എല്ലായിടത്തും മാക്സിമം വലിയ വിൻഡോസ് കൊടുക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് അടുത്ത ബെഡ്റൂമാണ് വരുന്നത്, ബെഡ്റൂം 5. അപ്പം മുകളിൽ നമ്മൾ 3 ബെഡ്റൂമുകളാണ് വരുന്നത്, താഴെ 2 ബെഡ്റൂം. അങ്ങനെയാണ് മൊത്തം 5 ബെഡ്റൂം വരുന്നത്. എഗെയിൻ ഈ ബെഡ്റൂമും അത്യാവശ്യം നല്ലൊരു ബെഡ്റൂമാണ്. ഇതിൻ്റെയും ആ ഒരു വ്യൂവും ആ വിൻഡോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. വലിയ വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഇങ്ങനെ പ്ലാനും ഇങ്ങനത്തെ കാര്യങ്ങളും കൊടുക്കുമ്പോൾ പലരും നമ്മുടെ അടുത്ത് പറയാറുണ്ട്, എനിക്ക് ആ വീട്ടിൽ നിന്ന് ആ ഒരു എലമെൻറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞാൻ വീട് വെച്ചപ്പം ആ ഒരു എലമെൻറ്റ് യൂസ് ചെയ്തു എന്നൊക്കെ പറയാറുണ്ട്. ഈ വീട്ടിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒത്തിരി എലമെൻറ്റ്സ് ഈ വീട്ടിനുണ്ട്. ഇതും നമ്മൾ ഒരു ഡിഫറെൻ്റ് ഒരു കളർ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ എല്ലാം ആ നേച്ചറുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന കളർ ഷെയ്ഡ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഏറ്റവും ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് വെച്ചിട്ടാണ് അവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ കാണുന്നതെന്ന് പറയുന്നത് ഒരു വലിയ ബാൽക്കണിയാണ്. ഇതും നമുക്ക് നല്ല വ്യൂ ആണ് ആ ബാൽക്കണിയിൽ നിന്ന്. ഈ വീടിൻ്റെ എവിടെ നിന്ന് നോക്കിയാലും ഭയങ്കര വ്യൂ ആണ്, ഏത് ഏരിയ നോക്കിയാലും. കാരണം അത്രയും ഒരു ഗ്രീൻ സ്പേസ് അതിൻ്റെ ഫ്രണ്ടിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം താഴത്തെ കോട്ടയാടി നോക്കിയാലും അതുപോലെ തന്നെ മുകളിലത്തെ ആ ഒരു ബാൽക്കണി നോക്കിയാലും എല്ലാം ഈ ഒരു വ്യൂ ആണ് കാണുന്നത്. ഇവിടെയും നമ്മൾ ആത്തക്കുടി ടൈൽസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീടാണ്. ആ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വീട് നോക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഇനീഷ്യലി പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.